ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും തട്ടുകടയിൽ ഉണ്ടാക്കുന്നതായ കപ്പയും മുട്ടയാണ് ഉണ്ടാക്കുന്നത്. തട്ടുകടയിൽ ഉണ്ടാക്കുന്ന കപ്പയും മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് ആദ്യം കപ്പയൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് അരിഞ്ഞെടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി സവാളയൊക്കെ മൂത്ത് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം വേവിച്ച് മാറ്റി വെച്ച കപ്പയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇതിൽ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ഈ പൊട്ടിച്ചൊഴിച്ച കോഴിമുട്ടയും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കപ്പയും മുട്ടയും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സ്റ്റൗ ഓഫാക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.